കഥയാരംഭിക്കുന്നത് 1983 ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസ് എന്ന സ്ഥലം. സമയം രാത്രിയായിരുന്നു. ഒരു പോലീസ് കോൺവോയ് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിലെ ആംബുലൻസിനകത്ത് ശക്തമായ പൊള്ളലേറ്റ രീതിയിൽ ആസിഡ് മുഖത്ത് വീണ രീതിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ഉടനടി ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടു. ജീവനോട് മല്ലിട്ടുകൊണ്ടിരുന്ന അയാളോട് ഒരു കൊലപാതകത്തെപ്പറ്റി ഒരു ഓഫീസർ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അയാളുടെ ഐഡന്റിറ്റി ആയിരുന്നു ആ ഡിറ്റക്റ്റീവ് ചോദിച്ചറിയാൻ ശ്രമിച്ചത്. കൂട്ടത്തിൽ വല്ല ചെകുത്താൻ സേവാ സംഘത്തിലെ മെമ്പറാണോ അയാൾ എന്ന മട്ടിലും അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ പൊള്ളലേറ്റ ആ വ്യക്തി ഒരു മറുപടിയും പറഞ്ഞില്ല. ആ സമയത്താണ് നഴ്സ് വിളിക്കുന്നത്. ഡിറ്റക്റ്റീവ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഡിറ്റക്റ്റീവിന് റിസപ്ഷനിസ്റ്റിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. സംഭവം എന്തെന്നാൽ താഴെ ആ പരിക്കേറ്റ വ്യക്തിയുടെ മകൾ വന്നിട്ടുണ്ടത്രേ. ഈ സമയത്ത് അകത്തെ ചികിത്സയിൽ കിടന്ന പൊള്ളലേറ്റ വ്യക്തിയുടെ ജീവൻ രക്ഷാ ഡിവൈസിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദം കേട്ട നഴ്സ് അങ്ങോട്ടേക്കൊന്ന് ചെന്നു നോക്കി. കണ്ട കാഴ്ചയിൽ അവർ അലറി വിളിച്ചിരുന്നു. കാര്യം എന്തെന്നാൽ പൊള്ളലേറ്റിരുന്ന ആ വ്യക്തി 10ാം നിലയിലെ ജനൽ തുറന്ന് പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവിടെ ഒരു പേപ്പറിൽ അയാൾ എഴുതി വെച്ചിരുന്നു, ഐ ആം സോറി അബ്ബി എന്ന്. കഥ അവിടെ നിന്നും 2 ആഴ്ച മുമ്പിലേക്ക് പോകുന്നു. 12 വയസ്സുകാരൻ ഓവൻ എന്ന പയ്യൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന തന്റെ അപ്പാർട്ട്മെന്റിനോട് ചേർന്ന പ്രദേശത്തിരിക്കുകയാണ്. പാട്ടൊക്കെ പാടി ഒറ്റയ്ക്കിരുന്ന ഓവനെ അമ്മ വിളിച്ചപ്പോ ഭക്ഷണം കഴിക്കാൻ അവൻ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവനിപ്പോൾ അമ്മയുടെ കൂടെയാണ് താമസം. അവന്റെ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയതായിരുന്നു. ഒരു ദിവസം തന്റെ അപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ ജനലിലൂടെ അവനൊരു കാഴ്ച കണ്ടു. തന്റെ ഏറെക്കുറെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തൊട്ടെതിർവശത്തെ അപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി എത്തിച്ചേരുന്നു. പുതിയ അയൽക്കാർ. ആ പെൺകുട്ടിക്കൊപ്പം അവളുടെ അച്ഛനെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു വ്യക്തിയുമുണ്ട്. പക്ഷെ അവനെ അതിശയപ്പെടുത്തിയത് അതൊന്നുമായിരുന്നില്ല. അത്രയും തണുപ്പത്തും ആ പെൺകുട്ടി നഗ്നപാതയായിട്ടായിരുന്നു നടന്നിരുന്നത്. അതേറെ വിചിത്രമായിരിക്കുന്നു. അടുത്ത ദിവസം ഓവൻ സ്കൂളിൽ പോയി. സ്കൂളിൽ അവനെ എതിരിടാൻ ഒരു സംഘം ബുള്ളീസ് ഉണ്ട്. കെന്നി എന്നും മാർക്കെന്നും ഡൊണാൾഡ് എന്നുമാണ് അവരുടെ പേരുകൾ. ഓവൻ അവരുടെ സ്ഥിരമിരയായിരുന്നു. വളരെ ക്രൂരമായിട്ടായിരുന്നു അവർ ഓവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പാവം ഓവനാകട്ടെ തിരിച്ചടിക്കാൻ വല്ലാതെ ഭയമാണ്. എപ്പോഴും അവരുടെ ആക്രമണങ്ങളും ബുള്ളിങ്ങും അവൻ ഏറ്റുവാങ്ങും. അന്ന് ഉപദ്രവിച്ച് അവനെ കൊണ്ട് വീണുപോയി ഇടത്തുവെച്ച് അവർ മൂത്രം വരെ ഒഴിപ്പിച്ചു. അന്ന് വൈകിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോ തന്റെ ചെറിയൊരു കത്തിയുമെടുത്ത് അവൻ പുറത്തിറങ്ങി. ബുള്ളീസിനോടുള്ള തന്റെ ദേഷ്യം അടുത്തുള്ള മരത്തിൽ അവരെ ഉപദ്രവിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്തു തീർക്കാൻ അവൻ ആരംഭിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എതിർവശത്തെ പുതിയ താമസക്കാരി പെൺകുട്ടി കടന്നു വരുന്നത്. അബ്ബി എന്നായിരുന്നു അവളുടെ പേര്. ഓവൻ അവളുമായി സൗഹൃദത്തിലെത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ തമ്മിൽ സൗഹൃദമൊന്നും നടപ്പിലാവില്ല, അതുകൊണ്ട് ആവശ്യത്തിന് അകലം പാലിച്ചോളൂ. അധികം വൈകാതെ അവൾ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. കുറച്ച് പിന്നാലെ അവളുടെ ഫാദറും അവളുടെ പിന്നാലെ പോയി. അയാളുടെ പേര് തോമസ് എന്നായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഓവൻ കരുതിയ പോലെ തോമസ് അബ്ബിയുടെ അച്ഛനായിരുന്നില്ല, മറിച്ച് അവളുടെ സെർവന്റ് ആയിരുന്നു, അവളുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പി ഒരു വാമ്പയർ ആണ്. അവൾക്ക് വേണ്ട മനുഷ്യരക്തം കൊണ്ടുകൊടുക്കലും മറ്റുമായിരുന്നു തോമസിന്റെ പ്രധാന ജോലി. പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയ ശേഷം തോമസിന്റെ ആദ്യ കൊലപാതകം ഏറെക്കുറെ ഇപ്രകാരമായിരുന്നു. രാത്രിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വന്ന ഒരു പെണ്ണിന്റെ കാറിൽ തോമസ് കയറി മറഞ്ഞിരുന്നു. ഒരു റെയിൽവേ ക്രോസിൽ ഒറ്റപ്പെട്ടയിടത്ത് എത്തിയപ്പോ അവരെ തോമസ് കടന്നാക്രമിക്കുകയും ബോധരഹിതയാക്കുകയും ചെയ്തു. പിന്നീട് അടുത്തുള്ള കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി തലകീഴാക്കി അവരെ കെട്ടിത്തൂക്കി അവരുടെ കഴുത്തിൽ മുറിവുണ്ടാക്കി ചോര മുഴുവൻ സംഭരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. ശേഷം ആ രക്തവും എടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് മഞ്ഞിൽ ചവിട്ടിത്തെന്നി രക്തം സംഭരിച്ച കവർ അയാളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അന്ന് രാത്രിയിൽ അതുകൊണ്ട് തന്നെ അബ്ബിക്ക് വേണ്ട ഭക്ഷണം കിട്ടിയില്ല. രക്തമാണല്ലോ അബ്ബിയുടെ ഭക്ഷണം. അബ്ബി വിശന്ന് വയറിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവാനും ക്ഷമ വിട്ട് പെരുമാറാനും മറ്റും ആരംഭിച്ചിരുന്നു. അടുത്ത ദിവസം വൈകിട്ടാണ് ഓവനും അബ്ബിയും വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇത്തവണയും അവൾ ചെരുപ്പ് ധരിച്ചിരുന്നില്ല. ആ തണുപ്പത്ത് ചെരുപ്പിടാതെ നടക്കുന്നത് വളരെ വലിയ വിചിത്രതയായി ഓവന് തോന്നിയിരുന്നു. മാത്രമല്ല ഇത്തവണ അവൾ വല്ലാതെ ഏമ്പക്കം വിടുന്നു. പോരാത്തതിന് ഒരു ദുർഗന്ധം അവളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഓവൻ അവളോട് സംസാരിച്ചു. തന്റെ റൂബിക്സ് ക്യൂബ് കൊടുത്ത് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ഓവൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോൾ അപ്പി വേട്ടയ്ക്കായി പുറത്തിറങ്ങി. ഒരു തുരങ്കത്തിൽ അവൾ പതുങ്ങിയിരുന്നു. ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. റോഡ് നീളുന്ന അണ്ടർബ്രിഡ്ജ് പ്രദേശമാണ്. അതുവഴി ഒരാൾ കടന്നു വന്നു. അയാളെ കണ്ടതും കുഴഞ്ഞു വീഴുന്ന രീതിയിലും മറ്റും അബ്ബി അഭിനയിച്ചു. അയാൾ അടുത്തു വന്നതും അബ്ബി അയാളെ കടന്നാക്രമിക്കുകയാണ്.
ഒടുവിൽ അയാളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് അയാളുടെ രക്തം മുഴുവൻ കുടിച്ച ശേഷമായിരുന്നു അബ്ബിയുടെ വിശപ്പ് മാറിയത്. ശേഷം അവൾ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ എത്തി. അവൾ ചെയ്ത കാര്യം തോമസിനോട് പറഞ്ഞു. അത് കേട്ടതും തോമസ് വലിയ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ തോമസിന് മറ്റൊന്നും ചെയ്യാനില്ല. അയാൾ അവിടെ നിന്നിറങ്ങി അബ്ബി പറഞ്ഞ ഇടത്തേക്ക് ചെന്ന് തെളിവുകളൊക്കെ നശിപ്പിച്ച് അവിടെയുണ്ടായിരുന്ന മൃതശരീരം അവിടുത്തെ ലേക്കിൽ കൊണ്ടുചെന്നിട്ടു. അടുത്ത ദിവസം ഓവൻ സ്കൂളിലേക്ക് പുറപ്പെടാൻ നേരം കോർട്ട്യാർഡിൽ അവൻ ഇന്നലെ അബ്ബിക്ക് കൊടുത്ത റൂബിക്സ് ക്യൂബ് പൂർണ്ണമായി സോൾവ് ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. സന്തോഷത്തോടെ അവൻ അത് എടുത്തു നോക്കി. അന്ന് വൈകുന്നേരം ഓവനായി അബ്ബി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി സൗഹൃദഭാവേനയാണ് അബ്ബി ഓവനോട് ഇടപഴകുന്നത്. താൻ എങ്ങനെയാണ് ആ പസിൽ മനസ്സിലാക്കിയതെന്നും അത് സോൾവ് ചെയ്തതെന്നും അബ്ബി ഓവനോട് വിശദീകരിച്ചു. എല്ലാത്തിലുമുപരിയായി തലേ ദിവസം ഉണ്ടായിരുന്ന ഒരു മോശം ഗന്ധമുണ്ടല്ലോ, അത് ഇത്തവണ അവളിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ സംസാരത്തിൽ അവളുടെ ബർത്ത്ഡേ എന്നാണ് എന്നോവൻ അവളോട് ചോദിച്ചു. പക്ഷെ അവൾക്കത് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. അതുവരെ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ തന്റെ റൂബിക്സ് ക്യൂബ് അവൾക്ക് സമ്മാനമായി കൊടുക്കാൻ ഓവൻ തീരുമാനിച്ചു. വീടിനകത്ത് മാത്രമേ കൂടുതൽ സമയവും അബ്ബിക്ക് ചെലവഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അബ്ബിയുമായി കൂടുതലായി സംസാരിക്കണം, അതിനെന്താണ് വഴി എന്നോവൻ ആലോചിച്ചു. അപ്പോഴാണ് മോഴ്സ് കോഡിനെ പറ്റിയുള്ള വിവരങ്ങൾ ഓവൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ക്ലാസ്സിൽ റോമിയോ ജൂലിയറ്റ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ ഓവൻ മോഴ്സ് കോഡ് പഠിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അന്നത്തെ ഇന്റർവെല്ലിൽ ഓവൻ ബാത്റൂമിൽ പോയി. ബുള്ളീസും അവന്റെ പിന്നാലെ ചെന്നു. ക്ലാസ്സിലിരുന്ന് നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒന്ന് കാണട്ടെ എന്ന മട്ടിൽ കെന്നി ചോദിച്ചു. ഓവൻ എന്താണ് താൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം പറയാതിരുന്നപ്പോ കെന്നി ദേഷ്യം പിടിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റൽ ആന്റിന വെച്ച് ഓവനെ ഉപദ്രവിച്ച് മുഖത്തടിക്കുകയും ചെയ്തു. അവന്റെ മുഖത്ത് അതൊരു മുറിപ്പാട് തീർത്തിരുന്നു. പാവത്താനായ ഓവൻ അവരോട് പ്രതികരിച്ചേയില്ല. അന്ന് രാത്രിയിൽ ഡിന്നർ കഴിക്കുമ്പോ അവന്റെ മുഖത്തെ ബാൻഡേജ് കണ്ട് എന്താ പറ്റിയതെന്ന് അമ്മ ചോദിച്ചു. വളരെ നിസ്സാരമായി, എന്താണെന്നറിയാനുള്ള വെറും ഒരു ചോദ്യം ചോദിക്കൽ മാത്രമാണ്. എന്തായാലും അന്ന് കുറച്ചു കഴിഞ്ഞ് ഓവൻ പുറത്ത് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങി. പതിവ് പോലെ അബ്ബിയെ കണ്ടു. അവന്റെ മുഖത്ത് എന്താ പറ്റിയത് എന്നബ്ബി ചോദിച്ചപ്പോ യഥാർത്ഥ സത്യങ്ങൾ അബ്ബിയോട് അവൻ പറഞ്ഞു. കേട്ട മാത്രയിൽ അബ്ബിയുടെ മറുപടി എത്തി. ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോ തിരികെ പ്രതികരിക്കണം, തിരിച്ചടിക്കേണ്ട അവസ്ഥയാണെങ്കിൽ തിരിച്ചടിക്കണം, അതോടെ അവർ നിർത്തിക്കോളും. നിനക്കതിന് അങ്ങനെ സാധിച്ചില്ലെങ്കിൽ വീണ്ടും അവർ ഉപദ്രവിച്ച എന്നോട് പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നാലെ താൻ മനസ്സിലാക്കിയ മോഴ്സ് കോഡിനെ പറ്റി ഓവൻ അബ്ബിക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പാർട്ട്മെന്റിലുള്ളപ്പോ മോഴ്സ് കോഡ് വെച്ച് പരസ്പരം സംസാരിക്കാൻ പറ്റും എന്നവൻ അവളോട് വിശദീകരിച്ചു. പിന്നീട് അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയവർ അവരുടെ അപ്പാർട്ട്മെന്റ് ഭിത്തിയിലെ സെപ്പറേഷൻ ചെയ്യുന്ന വാളിൽ മുട്ടി പരസ്പരം സംസാരിക്കുക പോലും ചെയ്തു. അടുത്ത ദിവസം ഓവൻ അബ്ബിയെ അടുത്തുള്ള ആർക്കേഡിലേക്ക് കൊണ്ടുപോയി. അവരവിടെ വെച്ച് പാക്മാൻ കളിച്ചു. ഓവൻ ഒരു ക്യാൻഡി വാങ്ങി അതിൽ നിന്നൊന്ന് രുചിക്കാൻ അബ്ബിയോട് പറഞ്ഞു. ആദ്യം അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരെണ്ണം രുചിച്ചു നോക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ അവൾ ചോക്ലേറ്റ് രുചിച്ചതോടെ അവളുടെ ഭാവവും മറ്റും മാറി. വല്ലാതെ അവൾ രോഗാവസ്ഥയിൽ എന്ന പോലായി. ഛർദിക്കാനും മറ്റും ആരംഭിച്ചു. അവളുടെ ബുദ്ധിമുട്ട് കണ്ട് ഓവൻ അവളെ ആശ്വസിപ്പിച്ചു. അവളെ ചേർത്തു പിടിച്ചു. അതിൽ അവൾക്കും വലിയ ആശ്വാസം തോന്നിയിരുന്നു. കാര്യങ്ങൾ മുമ്പിലേക്ക് പോയി. അബ്ബിയും ഓവനും തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചത് തോമസിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അബ്ബിക്ക് വേണ്ടി കൂടുതൽ രക്തം കണ്ടെത്തണമല്ലോ. അതിനുവേണ്ടി തോമസ് പുതിയൊരു പദ്ധതി ഉണ്ടാക്കി. വൈകുന്നേരം കാറുകളിൽ വരുന്ന കുട്ടികളുടെ കാറിൽ ഒളിച്ചിരിക്കുക, അവർ ഒന്നിച്ച് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുക. അന്നും പതിവ് പോലെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന ഒരു കുട്ടിയുടെ കാറിൽ കയറി അയാൾ ഒളിച്ചിരുന്നു. ജെറ്റ് എന്ന പേരുള്ള പയ്യന്റെ കാറിലായിരുന്നു അയാൾ കയറിയത്. പക്ഷേ കാർ കുറച്ച് മുമ്പോട്ട് പോയതും ജെറ്റിന്റെ സുഹൃത്ത് ഗ്രെഗ് കൂടി ആ യാത്രയിൽ ജോയിൻ ചെയ്തു. മുമ്പോട്ടുള്ള യാത്രയിലാണ് ജെറ്റ് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ നിർത്തിയത്. ആ അവസരം മുതലെടുത്ത് തോമസ് ഒട്ടും മടിക്കാതെ ഗ്രെഗിനെ ആക്രമിച്ചു. പിന്നാലെ കാർ എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ ഓടിച്ചു പോവാൻ തുടങ്ങി. പക്ഷേ മുമ്പോട്ടുള്ള ആ യാത്ര കാർ അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു. കാറിനുള്ളിൽ തോമസ് ട്രാപ്പായി. ജീവൻ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്നു. ഗ്രെഗ് ആണെങ്കിൽ കൊല്ലപ്പെട്ട അവസ്ഥയിലുമാണ്. ഇങ്ങനെ തുടർന്നാൽ താൻ പിടിക്കപ്പെടും, കാര്യങ്ങൾ കുഴഞ്ഞുമറിയും എന്ന് തോമസ് ചിന്തിച്ചു. തോമസ് ഒട്ടും മടിച്ചില്ല. തന്റെ കയ്യിൽ എപ്പോഴും കരുതുന്ന തീവ്രതയേറിയ ആസിഡ് എടുത്ത് തന്റെ തന്നെ മുഖത്തേക്ക് ഒഴിച്ചു. മുഖത്ത് കനത്ത പൊള്ളലേൽപ്പിച്ചു. അധികം വൈകാതെ അബ്ബി ആ വിവരം അറിഞ്ഞു. തോമസിന് അപകടം പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന്. അവൾ നേരെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടെത്തി. റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചു. തോമസ് എവിടെയാണെന്ന് ചോദിച്ചു. 10ാം നിലയിലാണെന്നായിരുന്നു അവൾക്ക് മറുപടി കിട്ടിയത്. റിസപ്ഷനിസ്റ്റ് ഫോണിൽ 10ാം നിലയിലെ റിസപ്ഷനിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ അബ്ബി അവിടെ നിന്ന് പുറത്തേക്ക് കടന്നിരുന്നു. പുറത്തിറങ്ങി അവൾ ചെയ്തതാകട്ടെ ബിൽഡിങ്ങിന്റെ പുറത്തുവശത്തൂടെ പിടിച്ചു കയറി 10ാം നിലയിലെ തോമസ് ഉള്ള വിൻഡോയുടെ അടുത്തു ചെല്ലലായിരുന്നു. അബ്ബിയെ അവിടെ കണ്ട് തോമസ് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെന്നു. തന്റെ സമയം കഴിയാറായി എന്ന് തോമസ് മനസ്സിലാക്കിയിരുന്നു. അബ്ബിക്ക് വിശപ്പടക്കാൻ വേണ്ടി തന്റെ കഴുത്ത് അയാൾ നീട്ടി. കാര്യങ്ങൾ മനസ്സിലാക്കി അബ്ബി അയാളുടെ രക്തം കുടിച്ചു. പിന്നാലെ അയാൾ
അവിടെ നിന്ന് താഴേക്ക് ചാടി പൂർണ്ണമായും തന്റെ ജീവൻ വെടിഞ്ഞു. അബ്ബിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയ നഴ്സ് അയാൾ പുറത്തേക്ക് ചാടുന്ന കാഴ്ച കാണുന്നതും അലറി വിളിക്കുന്നതും അയാളോട് മുമ്പ് ചോദ്യം ചോദിച്ച ഡിറ്റക്റ്റീവ് ഓടിയെത്തി അയാൾ കൊല്ലപ്പെട്ട കാഴ്ച കണ്ടതും. അന്ന് രാത്രിയിൽ അബ്ബി തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി ഓവന്റെ വിൻഡോയ്ക്ക് അടുത്തെത്തി വിൻഡോയിൽ മുട്ടി താനകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഓവൻ പാതി ഉറക്കത്തിലായിരുന്നു. നിനക്ക് പെർമിഷൻ ഒന്നും വേണ്ടല്ലോ എന്നവൻ മറുപടി പറഞ്ഞു. വാക്കുകൊണ്ട് നീ പറഞ്ഞാൽ മാത്രമേ താൻ അകത്തേക്ക് വരൂ എന്നായിരുന്നു അബ്ബി പറഞ്ഞത്. അവളോട് അകത്തേക്ക് വരാൻ ഓവൻ പറഞ്ഞു. അവൾ അകത്തേക്ക് കടന്നു. തന്റെ രക്തക്കറകൾ പിടിച്ച് തുണി അവിടെ മാറിയിട്ട് അവന്റെ അടുത്ത് ബെഡിൽ അവൾ കയറി കിടന്നു. അന്ന് രാവിലെ അബ്ബി അവിടെ നിന്ന് പോയി. അവൾ എഴുതി വെച്ച ഒരു കുറിപ്പ് ഓവന് കിട്ടി. ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ തുടരണം മരിക്കാൻ വേണ്ടി. ഓവൻ അത് കാര്യമായി മനസ്സിലായിരുന്നില്ല. അന്ന് അവന്റെ സ്കൂളിൽ ഫ്രോസൺ ലേക്കിലേക്കായിരുന്നു ക്ലാസ്സിനായി കൊണ്ടുപോയിരുന്നത്. കുട്ടികൾ അവിടെ കളിക്കാനും ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുമൊക്കെ ആരംഭിച്ചു. ഈ സമയം ബുള്ളീസായ സംഘം ഓവന്റെ അടുത്തേക്ക് പിന്നെയും എത്തുകയാണ്. ഇത്തവണ അവനെ അവിടുത്തെ ഏതെങ്കിലും ഐസ് ഹോളിലേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞായിരുന്നു അവർ അവനെ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ അവൻ കുലുങ്ങിയില്ല. തിരികെ പ്രതികരിക്കാൻ അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് ഒട്ടും മടിക്കാതെ തന്നെ ആക്രമിക്കാൻ വന്ന കെന്നിയുടെ ചെവിയിലേക്ക് അവൻ അടിക്കുകയാണ്. കെന്നിയുടെ ചെവി രണ്ടായി മുറിഞ്ഞു. രക്തമിറ്റാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും മറ്റു കുട്ടികൾ അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. മുമ്പ് തോമസ് കൊണ്ട് തള്ളിയ അതേ മൃതദേഹം തന്നെ. വൈകാതെ പോലീസ് എത്തി മൃതദേഹം എടുക്കാനുള്ള നടപടികളും മറ്റും ആരംഭിച്ചു. അന്ന് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞു വന്നപ്പോ ഓവനും അബ്ബിയും സംസാരിച്ചു. ആർക്കും അറിയാത്ത അവിടുത്തെ ഒരു ബേസ്മെന്റ് റൂമിലേക്ക് അബ്ബിയെ ഓവൻ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അബ്ബി ഓവനോട് ചോദിച്ചു. ഒരു ബ്ലഡ് ടൂത്തിന് വേണ്ടിയാണ്, രക്തം വെച്ചിട്ടുള്ള പ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ് എന്നായിരുന്നു അവൻ പറഞ്ഞത്. സംഭവം എന്തെന്നാൽ അബ്ബി തന്റെ കയ്യിൽ മുറിവുണ്ടാക്കി ചോരയിറ്റിക്കും. അതുപോലെ അവളും തന്റെ ചോരയിറ്റിച്ച് പരസ്പരം കൈകോർത്ത് പരസ്പരം കൂടെയുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യണം. അത്രമേൽ ശക്തമായ ഒരു പ്രതിജ്ഞ. ഓവൻ അതിനു വേണ്ടി തന്റെ കയ്യിൽ മുറിവുണ്ടാക്കി രക്തമിറ്റ് വീഴാൻ തുടങ്ങി. അത് കണ്ടതും അബ്ബിയിലെ രക്തക്കൊതി ഉണർന്നു. കുറച്ചായി വിശന്നിരിക്കുകയാണല്ലോ. അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഓവന്റെ കൺമുമ്പിൽ വെച്ച് അബ്ബി ആ രക്തം നക്കി കുടിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അവൾ പൂർണ്ണമായും ഒരു വാമ്പയറായി മാറുന്നത് ഓവൻ നോക്കിക്കണ്ടു. അപകടം മനസ്സിലാക്കിയ അബ്ബി ഓവനോട് വേഗം അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഓവൻ മടിച്ചു നിന്നപ്പോ അവിടെ നിന്ന് അബ്ബി തന്നെ ഓടിമാറുകയായിരുന്നു ചെയ്തത്. രക്തക്കൊതി വന്ന് വിശന്നിരുന്ന അബ്ബി പുറത്തേക്ക് ഓടിയിറങ്ങിയതും താൻ ആദ്യം കണ്ട വ്യക്തിയെ കടന്നാക്രമിച്ചു. ആ സ്ത്രീയുടെ ചോര കുടിക്കാനുള്ള ശ്രമം തുടങ്ങി. വിർജീനിയ എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. ഭാഗ്യവശാൽ വിർജീനിയയുടെ ബോയ്ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. വിർജീനിയയുടെ ബോയ്ഫ്രണ്ട് അബ്ബിയെ തള്ളി മാറ്റി. അബ്ബി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വിർജീനിയയുടെ ജീവൻ നിലനിർത്താൻ ബോയ്ഫ്രണ്ടിന് സാധിച്ചിരുന്നു. പോലീസും സംഘവും എത്തി. വിർജീനിയ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. കുറച്ച് രക്തമൊക്കെ കയറ്റിയപ്പോൾ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നിരുന്നു. പക്ഷെ അപ്പോഴേക്കും വാമ്പയർ രക്തം കലർന്ന അവർ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിരുന്നു. ഇതൊന്നും മറ്റുള്ളവർക്കറിയില്ലല്ലോ. വിർജീന ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ ദിവസം ഒരു നഴ്സെത്തി. പുലർച്ചെ അവിടുത്തെ കർട്ടൻ തുറന്നു. ശക്തമായ വെയില് വിർജീനയുടെ ദേഹത്തേക്കടിക്കുകയാണ്. അതോടെ വിർജീനയുടെ ശരീരം പൊള്ളിയമർന്ന് കത്താൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് അബ്ബി ഒരു വാമ്പയർ ആണ് എന്ന സത്യം ഓവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ആ രാത്രിയിൽ ഓവൻ അവളെ എതിരിട്ടു. അബ്ബി ഒരു വാമ്പയർ ആണോ എന്ന് ചോദിച്ചു. അവൾക്ക് പക്ഷേ ആ ഒരു വാക്കൊന്നും അത്ര പരിചിതമായിരുന്നില്ല. തനിക്ക് ജീവിക്കാൻ രക്തം വേണം എന്നായിരുന്നു അവൾ പറഞ്ഞത്. നിനക്കെത്ര വയസ്സായി എന്നായി ഓവന്റെ അടുത്ത ചോദ്യം. മുമ്പ് എനിക്ക് 12 വയസ്സായിരുന്നു. പക്ഷേ 12 വയസ്സ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ കൊല്ലങ്ങളായി എന്നായിരുന്നു അവൾ കൂട്ടിച്ചേർത്തത്. അപ്പോ നിന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനോ? ഓവൻ ചോദിച്ചു. അതെന്റെ അച്ഛനൊന്നുമായിരുന്നില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അവിടെ നിന്നും ഒരു പഴയ ഫോട്ടോഗ്രാഫ് ഓവൻ നോക്കിക്കണ്ടു. തോമസിന്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. കുട്ടിക്കാലത്ത് തോമസിനൊപ്പം അബ്ബിയും ഉണ്ടായിരുന്നു. അതോടെ ഓവൻ ഒരു കാര്യം മനസ്സിലാക്കി. തന്നെപ്പോലെ വർഷങ്ങൾക്ക് മുമ്പ് അബ്ബി പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് തോമസ് എന്ന്. ആ റിയലൈസേഷൻ വന്നതോടെ വേഗത്തിൽ എല്ലാം വിട്ട് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ഓവൻ ആരംഭിക്കുകയാണ്. പിന്നീട് അമ്മ തയ്യാറാക്കി വെച്ച ഭക്ഷണം കഴിച്ചിരിക്കാൻ നേരത്ത് അബ്ബി അവന്റെ വാതിലിൽ വന്നു മുട്ടി. തന്നെ അകത്തേക്ക് ക്ഷണിക്കാമോ എന്ന് അവൾ ചോദിച്ചു. പക്ഷേ ഓവൻ മടിച്ചു നിന്നു. കുറച്ച് ആശങ്കയോടെയെങ്കിലും അവൻ ചോദിച്ചു, അകത്തേക്ക് ഞാൻ ക്ഷണിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒട്ടും മടിക്കാതെ ക്ഷണിക്കപ്പെടാത്ത രീതിയിൽ അവൾ ആ മുറിയുടെ അകത്തേക്ക് കയറി ചെന്നു. അവൾ അകത്തെത്തിയതും അവളുടെ ശരീരത്തിൽ പൊട്ടലുണ്ടായി രക്തമിറ്റാൻ ആരംഭിച്ചു. അവളാണെങ്കിൽ ഭയത്തോടെ വല്ലാതെ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയ ഓവൻ അകത്തേക്ക് വരാനുള്ള അനുവാദം അവൾക്ക് കൊടുത്തു. അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അതോടെ അവൾ നോർമലായി. ഓവൻ അവളെ ചേർത്ത് പിടിച്ചു. അബ്ബിക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. അബ്ബി പിന്നാലെ അവിടുത്തെ ബാത്റൂമിൽ കുളിച്ചു. ശരീരം
ശരീരത്തിലെ രക്തമൊക്കെ കഴുകിപ്പോയി. ഓവൻ തന്റെ അമ്മയുടെ പഴയൊരു വസ്ത്രം അവൾക്ക് ധരിക്കാൻ എടുത്തു കൊടുത്തിരുന്നു. പെട്ടെന്നായിരുന്നു ഓവന്റെ അമ്മ വന്നത്. അതോടെ അബ്ബി അവിടുത്തെ ജനൽ വഴി പുറത്തിറങ്ങി. പിന്നാലെ മതിലിലൂടെ തന്നെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് ഓവൻ കണ്ടത് തന്റെ അടുത്തിരിക്കുന്ന ഒരു കുറിപ്പായിരുന്നു. അബ്ബി എഴുതി വെച്ചിട്ടുള്ള കുറിപ്പാണ്. അന്ന് രാത്രിയിൽ തന്റെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഇതേസമയം മറുവശത്ത് ഡിറ്റക്റ്റീവുകൾ കേസന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വെർജീനിയെ അറ്റാക്ക് ചെയ്യപ്പെട്ട സ്ഥലവും മറ്റും പരിശോധിച്ച് അബ്ബിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഡിറ്റക്റ്റീവ് എത്തിച്ചേരുകയാണ്. ആ അപ്പാർട്ട്മെന്റിനകത്തേക്ക് ഡിറ്റക്റ്റീവ് കടന്നു കയറി. അകത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് ബാത്ടബിൽ വെയിലടിക്കാതെ മൂടിപ്പുതച്ചു കിടക്കുന്ന അബ്ബിയെയായിരുന്നു. മൊത്തം ഇരുട്ടായതുകൊണ്ട് വെട്ടം കൊടുക്കാൻ വേണ്ടി വെളിച്ചം കയറാതെ അടച്ചുവെച്ചിരുന്ന ജനൽ ഭാഗം കുറച്ചു തുറക്കാൻ അയാൾ ശ്രമിച്ചു. ചെറിയ വെളിച്ചം അകത്തേക്ക് കയറി അബ്ബിയുടെ ദേഹത്ത് തട്ടിയതും അവളുടെ ശരീരത്തിൽ മുറിവുണ്ടാവാൻ തുടങ്ങുകയാണ്. പൊള്ളലേൽക്കാനും ആരംഭിച്ചിരുന്നു. ഇതേസമയം ഓവനാകട്ടെ അബ്ബി എഴുന്നേൽക്കാൻ വേണ്ടി അപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ഭാഗത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒച്ച കേട്ട് അവൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്റെ മുമ്പിൽ ഡിറ്റക്റ്റീവിനെ കണ്ട അബ്ബി ഒട്ടും മടിച്ചില്ല. ഡിറ്റക്റ്റീവിനെ കടന്നാക്രമിച്ചു. അയാളെ കഴുത്തിൽ കടിച്ചു കൊന്ന് അയാളുടെ രക്തം കുടിച്ചു. ഡിറ്റക്റ്റീവ് സഹായത്തിനായി അത് കണ്ടുനിന്ന് ഓവന് നേരെ കൈ നീട്ടി. ഓവൻ മുമ്പിൽ കണ്ട കാഴ്ചകളാൽ ഭയന്നിരുന്നു. എന്നിരുന്നാലും ഡിറ്റക്റ്റീവിനെ സഹായിക്കാൻ അവൻ നിന്നില്ല. അവൻ ആ റൂമിന്റെ വാതിലടച്ചു. പിന്നാലെ ഓവന് മുമ്പിലേക്ക് വന്ന അപ്പി അവനോട് സംസാരിച്ചു. ഡിറ്റക്റ്റീവുകൾ പിന്നാലെ വരും, എന്നെ തിരക്കിയെത്തും, അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ഓവന് അതിൽ ദുഃഖമുണ്ടായിരുന്നു. പക്ഷെ അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രിയിൽ അബ്ബി തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ടാക്സിയിൽ കയറി പോകുന്നത് ഓവൻ നോക്കി കണ്ടു. അബ്ബി പോയതോടെ ഓവൻ വീണ്ടും ഒറ്റപ്പെട്ട തന്റെ ജീവിതത്തിലെ പഴയ ദിനചര്യകളിലേക്ക് അവൻ മടങ്ങി. സ്കൂളിലും പൂർണ്ണമായും ഏകാന്തമായി അവൻ ദിവസങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ സ്വിമ്മിംഗ് ക്ലാസ്സിന് വേണ്ടി അവൻ പൂളിലേക്ക് എത്തിച്ചേരുകയാണ്. ഡ്രസ്സൊക്കെ മാറി കോച്ചിന്റെ ഒപ്പം അവൻ പ്രാക്ടീസ് ആരംഭിച്ചു. അപ്പോഴായിരുന്നു ബുള്ളി സംഘം പുറത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിന് വലിയ തോതിൽ തീയിട്ടത്. അതോടെ കോച്ച് അതെന്തെന്ന് നോക്കാൻ അങ്ങോട്ടേക്ക് പോയി. കോച്ച് പോയി കഴിഞ്ഞതും അകത്തുണ്ടായിരുന്ന ചില ബുള്ളീസ് അവിടുത്തെ ഡോർ അകത്തുനിന്ന് കുറ്റിയിട്ടു. ബാക്കിയുണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ പുറത്തേക്ക് ഇറക്കി വിട്ടു. അങ്ങോട്ടേക്ക് ഓവന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് ഓവൻ ചെവിക്കടിച്ച കെന്നിയും കെന്നിയുടെ ഓൾഡർ ബ്രദർ ജിമ്മിയും മറ്റു കൂട്ടുകാരുമായിരുന്നു. അന്നത്തെ ഓവന്റെ പ്രവർത്തനത്തിന് ശക്തമായി തിരിച്ചടിക്കാനും അവന് കണക്കിന് കൊടുക്കാനുമായിരുന്നു അവർ വന്നത്. അവർ ഓവനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു. ഒടുവിൽ അവനോട് 3 മിനിറ്റ് പൂളിലിറങ്ങി ശ്വാസം പിടിച്ചു മുങ്ങാൻ പറഞ്ഞു. തന്റെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെ ഏറെ നിസ്സഹായനായ ഓവൻ അത്തരത്തിൽ അവർ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങുകയാണ്. മുങ്ങി കുറച്ചുനേരം പിന്നിട്ടതും വല്ലാത്തൊരു ശബ്ദവും മറ്റും പൂളിനടിയിൽ നിന്ന് ഓവൻ കേട്ടു. അധികം വൈകാതെ ആ ബുള്ളീസിന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി പൂളിലേക്ക് വീഴാൻ തുടങ്ങി. ഓവനാണെങ്കിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അത് തുടർന്നതും ഓവൻ പൊന്തി വന്നു. അവൻ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ ആക്രമിച്ച ബുള്ളീസൊക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. രക്തത്തിൽ കുളിച്ച അബ്ബിയുടെ കാലുകൾ അവൻ തന്റെ തൊട്ടയെടുത്ത് കണ്ടു. നടന്നത് എന്തായിരിക്കും എന്നോവൻ ഊഹിക്കാമായിരുന്നു. ഓവന്റെ പിന്നാലെ എപ്പോഴും അവൾ ഉണ്ടായിരുന്നു. ബുള്ളീസ് അവനെ ആക്രമിക്കുന്നത് കണ്ടതും മുമ്പ് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാൻ അവൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയതായിരുന്നു. ഓവന് വേണ്ടി ബുള്ളീസിനെ മുഴുവൻ അവൾ വകവരുത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഓവൻ ഒരു ട്രെയിനിൽ എങ്ങോട്ടേക്കോ യാത്ര തിരിക്കുന്നതാണ്. ഓവന്റെ അടുത്ത് വളരെ വലിയൊരു പെട്ടിയുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു പെട്ടിക്കകത്ത് നിന്ന് പ്രത്യേക തരത്തിലുള്ള ഈണത്തിൽ ഒരു മുട്ട് കേൾക്കുന്നത്. മുട്ടുകളിലൂടെ ഓവൻ അതിന് മറുപടി കൊടുത്തു. മോഴ്സ് കോഡിൽ പെട്ടിക്കകത്തുള്ള അബ്ബിയും ഓവനും സംസാരിക്കുകയായിരുന്നു. അബ്ബിക്കൊപ്പം പുതിയൊരു ജീവിതത്തിന് ഓവൻ എങ്ങോട്ടേക്കോ യാത്ര തിരിക്കുകയാണ്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ റൊമാൻറ്റിക് ഹൊറർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.